എന്തായാലും നിന്നെക്കാളും നാണോ മാനോ ഉടുപ്പുണ്ട്. നിനക്കാണ് നാണവും മാനവും നാണോ മാനോ അല്ലല്ലോ, നാണവും മാനവും ഉടുപ്പും ഒരു ലെവലേശം താണ്ടിയിട്ടില്ലാത്ത ഒരു സാമാന്യ വർഗമാണ് നീ. അതിനെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതിനിപ്പോ സെൻസസ് എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല നീയാണോ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് അവരാധം തുടങ്ങിയ വ്യക്തിയെന്ന്. പറ. പൊട്ടിക്കാൻ നമ്മളാറ്റി കട മുതലാളിയാ ഷട്ടറിടാ ഇടിച്ച് പോടി. ഇതൊക്കെ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്ത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ആയി അവസാനം നമ്മുടെ ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെടും. അവസാനം നിന്റെ അക്കൗണ്ട് പൂട്ടും. അപ്പോഴും ഞാൻ ചിരിച്ചോണ്ടിരിക്കും. സന്തോഷമായില്ലേ തന്നെ? ചുണ ഉണ്ടെങ്കിൽ പൂട്ടി കാണിക്കാനാണ് രേണുസുതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. രേണുസുതിയെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ രേണുവിനെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. വെറുക്കുന്നവർ അടിച്ചാൽ മതി കേട്ടോ, അല്ലാത്തവരടിക്കണം. എനിക്ക് ആ എണ്ണ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ ചെറിയ ചാനലാണ് ഈ ഒരു വിഷയം ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും അതിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ 700-800 ആൾക്കാരോളം അയ്യോ ഇവരെ വെറുക്കുന്ന ആൾക്കാരാണെന്ന് തോന്നി ലൈക്ക് അടിച്ചത്. ബാക്കി 20,000 വ്യൂ കണ്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് 700-800 ആൾക്കാർ മാത്രമേ. അപ്പം ഞാൻ ആലോചിക്കും ഇപ്പോൾ ബാക്കിയെല്ലാം രേണുവിനാണോ സപ്പോർട്ട്? ഓക്കെ, എന്തെങ്കിലും ആട്ടെ, രേണുവിനെ വെറുക്കുന്നവർ ലൈക്ക് അടിക്കുക, ഹൈപ്പ് കൊടുക്കുക. പിന്നെ അക്കൗണ്ട് പൂട്ടിച്ചത് ആരാണ്? ഞാനും അതിലും ആണോ? ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. പേഴ്സണലി 2-3 ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നിങ്ങളല്ലേ അക്കൗണ്ട് പൂട്ടിച്ചെന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ റെയർ റീൽസിൻ്റെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലൈൻ്റ് വെച്ചിട്ട് എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് പിള്ളേർ പണി തന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഞങ്ങളാണ് പൂട്ടിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈശ്വര, ഞങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു രേണു. നമുക്ക് വേണമെങ്കിൽ അത് സിമ്പിളായിട്ട് പറ്റും, അത് വേറെ കാര്യങ്ങൾ. പൂട്ടിക്കാനോ പൂട്ടിക്കാതിരിക്കാനോ ഒക്കെ സിമ്പിളായിട്ട് പറ്റുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ പഴയ കൂട്ടൊന്നും ഇറങ്ങിത്തിരിക്കാനോ മീൻസ് ഇങ്ങനെയുള്ള കാര്യത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നൊന്നുമില്ല. നമ്മൾ വീഡിയോ ചെയ്യുക, കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുക, ജനങ്ങളെ പറ്റിക്കുവാണെങ്കിൽ അത് പക്കയായിട്ട് നമ്മൾ തുറന്ന് കാണിക്കും. ഓക്കെ, പിന്നെ എന്താ പറയുക, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം എല്ലാവരും പറയുന്നത് ഞാനും അതിലാണ്. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾ പറയാം ഞങ്ങൾ പൂട്ടിക്കോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരും പറയാം. പിന്നെ ഈ രേണുവിൻ്റെ അക്കൗണ്ട് ആരോ എന്താ പറയണ്ട ഹാക്ക് ചെയ്ത് പേര് മാറ്റിയതാണ്, അല്ലാതെ പോലീസുകാരോ ആരോ കൂട്ടിയതൊന്നും അല്ല. പേര് മാറ്റി അനുശ്രീ പി എന്നും പറഞ്ഞ പേരും മാറ്റി, എന്നിട്ട് വേറൊരു അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്, രേണുസുതി ഒഫീഷ്യൽ എന്നും പറഞ്ഞിട്ട് വേറൊരു അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്, രേണുസുതി ഒഫീഷ്യൽ എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാനിപ്പോൾ ചിലവരൊക്കെ വീഡിയോ കണ്ടപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ. എന്ത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി? ഇപ്പോൾ രേണുസുതിയുടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണക്കടത്ത് ബന്ധമായിട്ടാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിയെന്നും പറഞ്ഞുള്ള ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കയറി വരാൻ തുടങ്ങിയപ്പം ഈ സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോകും. പറഞ്ഞു മനസ്സിലായോ? ഒരുപാട് പേരിപ്പം ഈ വോയിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ഈ വോയിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് വേറെ ആരല്ല, ഷഫീന ബീബി തന്നെ. പേരെടുത്ത് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വോയിസും കാര്യങ്ങളും കൊണ്ടുവരുന്ന ഷഫീന എല്ലാ കാര്യത്തിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ എന്തുകൊണ്ട് രേണുവിനെതിരെ കൊണ്ട് കേസ് കൊടുക്കുന്നില്ല? അത് ഞാൻ ഈ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത്ര ആയിട്ട് പോലും അവർ കേസ് കൊടുക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്താണ് ഈ അടുത്ത സമയത്തുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങും ഒക്കെ പറയുന്നതിന് രേണുവിനെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് നമ്മൾ എല്ലാ വീഡിയോ എടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും കണ്ടാണ് ഈ അടുത്ത സമയത്ത് നമ്മൾ ആ വീഡിയോ എടുത്ത് സംസാരിച്ച് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനേക്കാൾ ഏറ്റവും വലിയൊരു വിഷയമാണ് ഇത്ര വോയിസും കാര്യങ്ങളും തെളിവുകൾ അവിടെ കയ്യിൽ ഇരുന്നിട്ട് പോലും അവരെന്തുകൊണ്ട് ഇത് പോലീസിനെ ഏൽപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് അവർ സ്റ്റേഷനിൽ പോകുന്നില്ല, എന്തുകൊണ്ട് ഇത് അന്വേഷിക്കണമെന്ന് പറയുന്നില്ല. നീതി കിട്ടാനാണെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ ശല്യം ഒതുക്കാനാണെങ്കിൽ അത് സ്റ്റേഷനിൽ പോയി സംസാരിക്കണം, അല്ലാതെ ഓരോ വോയിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇടുവാണോ ചെയ്യേണ്ടത്? ഞാനൊരു കാര്യം പറയാം, ഒരുപാട് ആൾക്കാർ ഇതിന്റെ പേര് കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുണ്ട്, അതിന്റെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്തുകൊണ്ട് ഈ ലേഡി ചെയ്യുന്നില്ല? ഞാനൊരു കാര്യം ചോദിക്കുക നിങ്ങളുടെ അടുത്ത്, അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് തന്നെ ഒരു കോണ്ടന്റ് ആയിട്ട് 1, 2, 3 മാസം ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഈ സ്വർണ്ണക്കടത്ത് കേസ് കേട്ടില്ല, കാര്യങ്ങൾ പോകുന്ന ഒരു പോക്ക് നിങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇപ്പം നിലവിൽ ഇവിടെ അക്കൗണ്ട് പോയെന്നുള്ള ഇന്നത്തെ ചർച്ചകൾ മൊത്തം അക്കൗണ്ട്, ഇന്നത്തെ ചർച്ചകൾ മൊത്തം അക്കൗണ്ട്. അപ്പം മറ്റേത് മുന്നിൽ പോവല്ലേ? ഇത് ചുമ്മാ ഒരു കോണ്ടന്റായി മാത്രം പോകരുത്. ഇപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ വഴി കൊടുക്കുന്ന പരിപാടിയല്ല, അത് വേറൊരു ഇതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന പല ആൾക്കാരും ഈ പറയുന്ന ഷഫീനയുടെ പേരും പറഞ്ഞ് ലിങ്കും വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് അവർ സമാധാനം പറയേണ്ടി വരും. ആ തെളിവും കാര്യങ്ങളും പോലീസ് വിളിക്കുമ്പോൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുള്ളതാണ്, അത് കൊടുത്തേ പറ്റും. ഇത് വേറെ കളിയാണ്, പറഞ്ഞു മനസ്സിലായോ? ഇത് വേറെ കളിയാണ്. ഇതൊരുമാതിരി ഇങ്ങനെ വന്നിട്ട് ഓരോ വോയിസ് ഇടും, അത് ഇത് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റും. വോയിസ് ഇടാനാണെങ്കിൽ ഒരു 19 വോയിസ് കൂടെ കിടപ്പുണ്ട്.
ഇതിന്റെ അപ്പുറത്തെ സാധനങ്ങൾ കിടപ്പുണ്ട്. ഈ സ്വർണ്ണക്കടത്തിന്റെ ഒന്നും അല്ല ഞാൻ ഈ പറയുന്ന അല്ലാത്ത കേസെട്ടിന്റെ ഒക്കെ എക്സ്ക്ലൂസീവ് സാധനങ്ങൾ. ഇത് ചുമ്മാ മനുഷ്യനെ മണ്ടരാക്കാൻ വേണ്ടി ഓരോരുത്തർ കാണിക്കുന്നത്, എന്നിട്ട് ഓരോന്ന് തിരിച്ചു വിടാൻ വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. എനിക്കിപ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. എന്റെ അക്കൗണ്ട് പൊട്ടിക്കാൻ വലിയ താമസമൊന്നും വേണ്ട, കുറച്ച് ചിക്കിളി എറിഞ്ഞാൽ മതി. പക്ഷെ ഞാനായിട്ട് പൊട്ടിക്കില്ല, ഇത് നിയമപരമായിട്ട് പൊട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. മനസ്സിലായ സുന? അല്ലാണ്ടത് ഞാനായിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു, നീ വീണ്ടും അക്കൗണ്ട് തുടങ്ങും അങ്ങനെ ഇങ്ങനെ. മറ്റത് നിയമപരമായിട്ട് നിന്നെ പൊട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. മനസ്സിലായ സുനെ? അതൊന്നും ഞാനിവിടെ വെക്കുന്നില്ല. അടുത്ത റീൽസിന്റെ ബ്രോന്റെ വീഡിയോ വെക്കാം കേട്ടോ. ചെക്കന്മാരെ വെറുതെ പിരികേറ്റിയപ്പോ തന്നെ എനിക്ക് തോന്നിയതാണ് ആരെങ്കിലൊക്കെ ചേർന്നിട്ട് അത് പൂട്ടിക്കുന്നുള്ളത്. എന്താ അവസ്ഥ? രണസുനയുടെ FB അക്കൗണ്ട് അങ്ങ് പോയി, പൂട്ടിപ്പോലെ ചെയ്തിട്ടുള്ളത്. ആരോ ഹാക്ക് ചെയ്തതിൽ 8ന്റെ പണിയാണ് കേട്ടിട്ടുള്ളത്. ഇങ്ങനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ചെലവാക്കേണ്ടി വരുന്ന തോന്നുന്നത്. ഇത് അങ്ങനെ ഇങ്ങനൊന്നും കിട്ടൂല, അത് വലിയ പണിയാന്നുള്ളതാണ്. അതെ, ഉറപ്പായിട്ടും ഇത് യൂട്യൂബേഴ്സിന്റെ കൂട്ടത്തിൽ ആരോ ചെയ്ത ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനും അതിലും ഇതൊക്കെ ചെയ്യുമെന്ന്? അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു. യൂട്യൂബേഴ്സിന്റെ കൂട്ടത്തിൽ ആരോ ചെയ്ത പരിപാടിയാണ്. ഞാനിപ്പം എന്താ പറയണ്ടേ, മനച്ചത്രത്താഴ്ന്നാത്ത മോഹൻലാലിന്റെ കൂട്ടാണ്. എല്ലാം അറിയാമെങ്കിലും സന്ദീപ് പറ. അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് പേരിപ്പോ കിടക്കണം എന്താണ്, ഏതോ ഒരു അനുശ്രീ പിയോ അങ്ങനത്തെ ഒരു പേരാ കിടക്കുന്നത്. AI ക്രിയേറ്റഡ് ഫോട്ടോ ആണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഹാക്കഡ് ആണ്. എനിക്ക് തോന്നുന്നത് പിള്ളേര് പണി കൊടുത്തോ എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഈ ഫോട്ടോ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മിക്കയിടത്തും വന്നത് ക്രോപ്പ് വെർഷനാണ് വന്നിട്ടുള്ളത്, ക്രോപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇത് ബുദ്ധിയുള്ളവർക്ക് സ്ക്രീൻഷോട്ടൊക്കെ കാണുമ്പോൾ ഇത് ആരുടെ ഫോണിൽ നിന്ന് എന്താ പറയണ്ടേ സ്ക്രീൻഷോട്ട് എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്ക്രീൻഷോട്ട് എടുക്കുന്ന കൂട്ടത്തിൽ ചില കുറേ മണ്ടത്തരങ്ങൾ ഇവർക്ക് പറ്റിയിട്ടുണ്ട്. സീരിയസ്ലി അതിൻ്റെ ഒരു അന്വേഷണം നമ്മളിവിടെ നടത്തി. മുക്കാലും ഒരു 80-85-90% കഴിഞ്ഞു. ഓക്കെ, അതാരോ എന്തോ ആയിക്കോട്ടെ, എല്ലാം കോമഡിയാണ്. ഓരോരുത്തർ കാണിക്കുന്ന ഓരോ കോമാളിത്തരങ്ങളെ അങ്ങനെ തന്നെ പറയാം. അവസാനം പേരുദോഷം വരുമ്പോൾ അതുലിന്റെ ഡാനിയുടെ നെഞ്ചത്തോട്ട് വരാനേ സാധ്യത കൂടുതലുള്ളൂ. അപ്പൊ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കൊല്ലസ്തുതി അല്ലേ? കൊടുത്താ കൊല്ലത്തും കിട്ടും. ഒക്കെ കണ്ട് കനകി തെളിഞ്ഞ് വരുന്നുണ്ടേ. കൊടുത്താ കൊല്ലത്തും കിട്ടും, കൊല്ലത്തുനിന്നേ കിട്ടത്തുള്ളൂ. ഇതുപോലുള്ള പണികളും കാര്യങ്ങളും ഒക്കെ കൊല്ലത്തുനിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ, കൊല്ലത്തുനിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. കൂടാതെ തന്നെ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല ചേച്ചി. എന്ത് കാര്യം പറയാമെന്നുണ്ടെങ്കിലും സോഫ്റ്റാ. ചേച്ചിയുടെ ശരീരത്തിൽ സ്വർണമൊന്നും ഇല്ലല്ലേ? കയ്യിലൊന്നും ഇല്ലടാ, 5ന്റെ കയ്യിലടാ. ആ ചെരുപ്പിനെന്താ വില? ചെരുപ്പിന് വില ഒന്നും ഇല്ലടാ, വെറുതെ കിട്ടിയതാടാ. നല്ല വിലക്ക് എത്തി എന്നുള്ളതാണ്. എന്റെ പൊന്നു ചാച്ചി, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടല്ല. ഓക്കെ, അപ്പം കൊല്ലത്തുനിന്നാണ് കാര്യങ്ങളൊക്കെ. ഞാനൊന്നും പറയുന്നില്ല, ഡാനിക്കെല്ലാം അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കൂ അല്ലേ? ഇതാണ്ട് രേണു സുധീർ ആദ്യ വിവാദ സംഭവം, എൻ്റെ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സത്യം, ആദ്യം ഇതെടുത്ത് സ്പോട്ടിൽ റിയാക്ട് ചെയ്തത് ഈ വ്യക്തിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് ഞാനൊരുത്തരാണ്. എനിക്ക് അന്നേ ഇവർ ഓരോ കാര്യങ്ങൾ കള്ളവാന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞു. അതിൽ ഈ ഞാൻ അതിനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചാന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് അങ്ങോട്ട് രേണു സുധിക്ക് വെച്ചടി കയറ്റമായിരുന്നു. ഒരു മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഏറായിരുന്നു. പുള്ളിക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അവസാനം ഇപ്പൊ സ്വർണ്ണക്കടത്ത് വരെ, എൻ്റെ പൊന്നോ. ഓക്കെ, അപ്പം ഇതെന്തുവാണ് ഇത്? എന്തായാലും ഞാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ, രേണു സുധിയുടെ കോണ്ടന്റ് നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഫേസ്ബുക്കും പോട്ടെ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം മാത്രമേ നോക്കത്തുള്ളൂ. രേണു അങ്ങനെ ഫേസ്ബുക്ക് ആക്റ്റീവ് അല്ല, പറഞ്ഞു മനസ്സിലായോ? ഫേസ്ബുക്ക് ആക്റ്റീവ് അല്ല. പക്ഷേ ഈ സാധനം അക്കൗണ്ട് പോയപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ ഇതെങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈ എന്താ പറയണ്ടേ, ദൈവത്തിൻ്റെ ചില കയ്യൊപ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ എവിടെയെങ്കിലും കാണും. അതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ആരാന്നുള്ള രീതിയിലൊക്കെ. ഒരു 90% ആയപ്പോഴേ നമുക്ക് കാര്യം കത്തി. ആരാ ഇതിൻ്റെ പിന്നിൽ, ആരാണ്, എങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിലാണ്. ഞാനും അതിലും അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതും കൂടെ പറയണം കേട്ടോ. ഞാനും അതിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാം. എനിക്ക് സമയം എല്ലാം അറിയിക്കാം. എടാ വീരന്മാരേ.